ഇത് നല്ല ക്രിസ്പി ആയിട്ട് ചെയ്തെടുക്കുന്ന മക്കാനയുടെ സ്നാക്സ് റെസിപ്പിയാണ്. മക്കാന എന്ന് പറഞ്ഞാൽ താമര വിത്ത്. ഇപ്പോൾ സൂപ്പർ മാർക്കറ്റുകളിലൊക്കെ ധാരാളം കിട്ടുന്ന ഒരു സാധനമാണ് മക്കാന. ഈ മക്കാന എന്ന് പറയുന്നതിന് പ്രത്യേകിച്ച് ടേസ്റ്റ് ഒന്നുമില്ല. പക്ഷേ നമ്മൾ എന്താണോ അതിനകത്ത് ആഡ് ചെയ്ത് കൊടുക്കുന്നത്, നമ്മൾ എങ്ങനെയാണോ റെസിപ്പി ഉണ്ടാക്കുന്നത് അതിനനുസരിച്ചിരിക്കും അതിൻ്റെ ടേസ്റ്റ്. ഈ പോപ്കോൺ ഒക്കെ ഇഷ്ടപ്പെടുന്ന കുട്ടികൾക്ക് ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു നല്ലൊരു സ്നാക്സ് ഐറ്റം കൂടിയാണിത്. ഇതാ നമുക്കിഷ്ടമുള്ള നട്ട്സൊക്കെ ചേർത്തുകൊണ്ട് ഇനി നല്ലൊരു ടേസ്റ്റിലോട്ട് മാറ്റിയെടുക്കാം. ഇതിനി എങ്ങനെയാണ് ചെയ്തെടുക്കുന്നത് നോക്കാം. ഇതാണ് മക്കാന. ഇതിപ്പോൾ സൂപ്പർ മാർക്കറ്റിലൊക്കെ ധാരാളം ഇപ്പോൾ കിട്ടാറുണ്ട്. ഇതിൽ പ്രത്യേകിച്ച് വെയിറ്റ് ഒന്നും ഇല്ലാത്ത പൊങ്ങ് പോലെ ഇരിക്കുന്ന ഒരു സാധനം. നമ്മുടെ മലരൊക്കെ ഇല്ലേ, പൊരി, അതൊക്കെ പോലെ തന്നെയുള്ള സാധനം. ഇതിപ്പോൾ ക്രിസ്പിയേ അല്ല. നമ്മളിന്ന് പ്രസ് ചെയ്യാമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ അമങ്ങിപ്പോവും. അങ്ങനെയാണ് നമ്മൾ വാങ്ങിക്കുമ്പോൾ ഇത് കിട്ടുന്നത്. ഇതിനെ ഇനിയൊന്ന് ചൂടാക്കി എടുത്തൊന്ന് ക്രിസ്പിയാക്കാം. 2 കപ്പ് മക്കാന എടുത്തിട്ടുണ്ട്. ഇതിൽ നിന്ന് ഒരു താമര വിത്ത് കിട്ടിയിട്ടുണ്ട്. അതാണിത്. ഈ താമര വിത്തെല്ലാം കൂടെ ചൂട് മണലിനകത്തിട്ട് നമ്മൾ ഈ പൊരിയൊക്കെ വറുത്തെടുക്കില്ലേ, അതുപോലെ ഇങ്ങനെ വറുത്തെടുക്കും. അപ്പോൾ ഇത് പൊരിഞ്ഞ അകത്തുള്ള ആ വെള്ള ഭാഗം ഇങ്ങനെ പൊട്ടി വെളിയിൽ വരും. കറുപ്പ് ഭാഗം വേസ്റ്റായിട്ട് പോവുകയും ചെയ്യും. അതാണിത്. ഇനി ഇത് ചെറു തീയിലിട്ട് നല്ലവണ്ണം ഒന്ന് ചൂടാക്കണം. ഏകദേശം 1-2 മിനിറ്റ് വേണ്ടി വരും. നന്നായിട്ട് ഇളക്കി കൊടുക്കണം. ഓരോ മക്കാനയും നല്ലവണ്ണം ചൂടാകണം. തീ കൂട്ടി കൊടുക്കരുത്, പെട്ടെന്ന് ഇത് കരിഞ്ഞു പോകും. ചെറുതീയിൽ തന്നെ നന്നായിട്ട് ഇളക്കി കൊടുത്തോണ്ടിരിക്കാം. നന്നായിട്ട് ചൂടായതിന് ശേഷം വേറൊരു പാത്രത്തിലോട്ട് മാറ്റാം. അതവിടെ ഇരുന്ന് നാറട്ടെ. ആറിയതിന് ശേഷം നല്ല ക്രിസ്പി ആകും ഇത്. വീണ്ടും അതേ കടായി വെച്ചിട്ടുണ്ട്. ഇനി ഞാൻ ഇതിനകത്ത് കാഷ്നട്ടാണ് ചേർക്കുന്നത്. പ്രത്യേകിച്ച് അളവൊന്നുമില്ല. ഞാനിത് പൊളന്നാണ് ചേർത്തിരിക്കുന്നത്. അത് തന്നെ ഒരു 20-25 കാണും. കശുവണ്ടിക്ക് പകരമായിട്ട് കപ്പലണ്ടി, നിലക്കടല വേണമെങ്കിൽ ചേർക്കാവുന്നതാണ്. ഇല്ലെങ്കിൽ രണ്ടും കുറേശ്ശെയായിട്ട് വേണമെങ്കിൽ ചേർക്കാം. ഇതുപോലെ ചൂടാക്കിയിട്ട് വേറൊരു പാത്രത്തിലോട്ട് മാറ്റാം. വീണ്ടും അതേ കടായി വെച്ചിട്ടുണ്ട്. ഞാനിവിടെ കറുപ്പുള്ള 1 സ്പൂൺ ചേർക്കുന്നുണ്ട്. കൂടെ തന്നെ ഒരു 1.5 സ്പൂണോളം വെള്ളയെള്ള് ചേർക്കുകയാണ്. ഇതിനും പ്രത്യേകിച്ച് അളവൊന്നുമില്ല. ഏതെള്ള് വേണേലും കൂടുതലായിട്ടും കുറവായിട്ടും ഒക്കെ ചേർക്കാവുന്നതാണ്. ഇതും ചെറു തീയിലിട്ടൊന്ന് നല്ലോണം ഒന്ന് ചൂടാക്കിയാൽ മാത്രം മതി. ഇങ്ങനെ പൊട്ടിപ്പൊരിഞ്ഞ് വരണമെന്നൊന്നുമില്ല, കരിഞ്ഞു പോകും. എള്ള് ചെറുതായിട്ടൊന്ന് ചൂടാക്കുമ്പോൾ അതിനൊരു ടേസ്റ്റ് കൂടും. അതുകൊണ്ടാണ് ചെറുതായിട്ടൊന്ന് ചൂടാക്കി എടുക്കുന്നത്. ഇത് നല്ലവണ്ണം ഒന്ന് ഇളക്കിയെടുത്ത് വേണം ചൂടാക്കി എടുക്കാനായിട്ട്. ഇതെന്താ ചൂടായിട്ടുണ്ട്. വേറൊരു പാത്രത്തിലോട്ട് മാറ്റാം. ഇനി കടായിൽ ചേർക്കുന്നത് ശർക്കരയാണ് ചേർക്കുന്നത്. ഒരു 3/4 കപ്പ് ശർക്കര എടുത്തിട്ടുണ്ട്. ഈ ഒരു കപ്പിന് 2 കപ്പ് മക്കാനയാണ് ഞാൻ എടുത്തത്. ഇനി ഇതിലോട്ട് ഒരു 1.5 തവി വെള്ളം കൂടെ ചേർക്കുകയാണ്. ഈ ശർക്കരയിൽ കല്ലും കട്ടയൊന്നും ഇല്ലാത്തത് കാരണം ഡയറക്റ്റ് ഞാൻ ഇങ്ങനെ വെള്ളം ഒഴിച്ചങ്ങ് അലിയിച്ചെടുക്കുകയാണ്. അഥവാ നിങ്ങൾ എടുക്കുന്ന ശർക്കരയ്ക്കകത്ത് അഴുക്കെന്തെങ്കിലും ഉണ്ടെങ്കിൽ ശർക്കരയൊന്ന് മെൽറ്റായതിന് ശേഷം ഒന്ന് അരിച്ചിട്ട് ചേർക്കുക. ഇപ്പോൾ ഏലക്കായാണ് ചേർത്തത്. കുരു മാത്രമായിട്ട് നല്ലവണ്ണം ചതച്ചൊന്ന് ചേർത്തിട്ടുണ്ട്. 2-3 ഏലക്കായുടെ കുരു ചതച്ച് ചേർക്കുക. ഇനി ഒറ്റനൂൽ പരുവത്തിലാക്കി എടുക്കണം ശർക്കര. അത് ടെസ്റ്റ് ചെയ്യാനായിട്ട് ഞാനൊരു പാത്രത്തിൽ വെള്ളം എടുത്തിട്ടുണ്ട്. ശർക്കര കട്ടിയാകുമ്പോഴത്തേന് കുറച്ചെടുത്തൊന്ന് വെള്ളത്തിൽ ഒഴിച്ച് നോക്കുക. വെള്ളത്തിൽ അത് കലങ്ങിപ്പോയിട്ടുണ്ട്, പാകമായിട്ടില്ല. വീണ്ടും തീ കുറച്ചിട്ടിട്ട് കുറച്ച് സെക്കൻഡ് നേരം കൂടി ഒന്നുകൂടി തിളയ്ക്കട്ടെ. കുറച്ചുകൂടി ഒന്ന് കട്ടിയാകും. വീണ്ടും ഒന്നുകൂടി എടുത്ത് ഞാനിത് വെള്ളത്തിൽ ഒഴിച്ച് നോക്കുകയാണ്. ഈ ഒരു ഒറ്റനൂൽ പരുവത്തിൽ എടുക്കുക എന്നുള്ളത് മാത്രമാണ് ഇതിനകത്തൊരു ടാസ്ക് ആയിട്ടുള്ളത്. ആ ഒരു കറക്റ്റ് പരുവത്തിൽ ശർക്കര പാനി എടുക്കണം. അതായത് കുറച്ചുകൂടി കട്ടിയായിട്ടുണ്ട്. എന്നാൽ ഇത് വെള്ളത്തിൽ ഒഴിച്ച് കഴിയുമ്പോൾ ഇങ്ങനെ നമ്മൾ ചേർത്ത് വെക്കുമ്പോൾ ഉരുണ്ട് വരണം. അങ്ങനെ വരുന്നില്ല. കുറച്ചുകൂടി അതൊന്ന് തിളയ്ക്കട്ടെ. ഒന്നുകൂടി ഒന്ന് കട്ടിയാവട്ടെ. വീണ്ടും ഒന്നുകൂടി ഞാനൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കുകയാണ്. ഇത് അറിയാൻ മേലാത്തവർക്ക് വേണ്ടിയാണ് ഇത്ര ക്ലിയറായിട്ട് ഇത് കാണിക്കുന്നത് കേട്ടോ. വെള്ളത്തിലോട്ട് അല്പം ഒഴിച്ച് കഴിഞ്ഞപ്പോഴത്തേന് ഉരുണ്ട് വരുന്നുണ്ട്. സ്പ്രെഡ് ആവുന്നില്ല, നല്ലവണ്ണം അത് ഉരുണ്ട് വരുന്നുണ്ട്. ഇത് പാകമായിട്ടുണ്ട്. തീ നല്ലവണ്ണം കുറച്ച് വെച്ചുകൊണ്ട് തന്നെ മക്കാന ചേർക്കുക. നന്നായിട്ട് വേഗം തന്നെ മിക്സ് ചെയ്തെടുക്കുക. എല്ലാ മക്കാനയിലും നല്ലൊരു കോട്ടിങ് ശർക്കരയുടെ വരണം. ആ രീതിയിൽ ഇളക്കി കൊടുക്കണം. ഞാൻ ഈ ചേർത്തിരിക്കുന്നത് പാകത്തിനുള്ള ഒരു മധുരമാണ്. നല്ല മധുരം. നമ്മൾ ഈ പോപ്കോൺ കാരമലൊക്കെ കിട്ടുന്നതിന് ഭയങ്കര മധുരമാണ്. അത്രയും മധുരം വേണമെന്നുണ്ടെങ്കിൽ ഒരു കപ്പ് ശർക്കര ചേർക്കണം. നല്ലവണ്ണം മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. നല്ല കോട്ടിംഗ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ ഇത് സ്റ്റിക്കായിട്ടൊക്കെ തോന്നും. അതൊക്കെ മാറിക്കോളും.
ഇനി ഗ്യാസ് ഓഫ് ചെയ്തിട്ട് വേണം അടുത്ത് ചേർക്കാനായിട്ട്. ഗ്യാസ് ഓഫ് ചെയ്തിട്ടുണ്ട്. ഇനി ആ കാഷ്നട്ട് ചെറുതായിട്ട് തരിതരിപ്പായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട്, അത് ചേർക്കുക. ഇനി ആ വറുത്ത് വെച്ചിരിക്കുന്ന എള്ള് ചേർക്കുക. ഇനി ഇതാ ഒരല്പം ഉപ്പാണ് ചേർക്കുന്നത്. അത് കൈവച്ച് തന്നെ ചേർക്കണം, ഇല്ലെങ്കിൽ സ്പൂൺ വെച്ചിടുവാണെങ്കിൽ ഒരിടത്തായി പോവും. നല്ലവണ്ണം ഒന്ന് സ്പ്രെഡ് ചെയ്ത് ഉപ്പ് ചേർക്കുക. ഇനി അരയോ മുക്കാലോ സ്പൂണ് നെയ്യ് കൂടെ ചേർക്കുക. അതെല്ലാം സൈഡിൽ എടുത്ത് വെച്ചിരിക്കണം. പെട്ടെന്ന് ചേർത്തിട്ട് പെട്ടെന്ന് തന്നെ ഇളക്കിയെടുക്കണം, നല്ല വൃത്തിയായിട്ട് ഇളക്കിയെടുക്കണം. ഓരോ മക്കാനയിലും എല്ലാ നട്ട്സിൻ്റെയും നല്ലൊരു കോട്ടിങ് ഉണ്ടായിരിക്കണം, അതുപോലെ ഇളക്കിയെടുക്കുക. ഇത് നല്ലവണ്ണം മിക്സ് ആയിട്ടുണ്ട്. കുറേശ്ശെ തണുക്കും തോറും അതിൻ്റെ ആ ഒട്ടലങ്ങ് മാറും, തന്നെ മാറിക്കോളും. നമ്മളിത് അടർത്തിയെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഈ കാഷ്നട്ടും നിലക്കടയും മാത്രമേ ഇതിൽ ചേർക്കാവൂ, അങ്ങനെയൊന്നുമില്ല. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുള്ള നട്ട്സൊക്കെ ഇതിൽ ക്രഷ് ചെയ്ത് ചേർക്കാവുന്നതാണ്. ഈ നട്ട്സ് ഒന്നും കഴിക്കാത്ത കുട്ടികളെ കഴിപ്പിക്കാൻ വേണ്ടി ഇതുപോലെയൊക്കെ ചെയ്യുമ്പോൾ പലതരത്തിലുള്ള നട്ട്സുകളൊക്കെ ഇതിൽ ക്രഷ് ചെയ്ത് ചേർക്കുക. അങ്ങനെ അവരുടെ ആഹാരത്തിൽ നട്ട്സൊക്കെ ഉൾപ്പെടുത്താൻ പറ്റും. ഇത് നല്ലവണ്ണം ഇത് മിക്സ് ആയിട്ടുണ്ട്. ഇത് കുറേശ്ശെ തണുക്കും തോറും ഇത് തന്നെ സെപ്പറേറ്റ് ആയിട്ട് തന്നെ വരും, ഒട്ടാതെ തന്നെ വരും. ഇതിപ്പം തന്നെ കുറച്ച് ഒട്ടൽ മാറിയിട്ടുണ്ട്. ഇത് തണുക്കാനായിട്ട് വേറൊരു പാത്രത്തിലോട്ട് മാറ്റി വെച്ചാൽ മതി. അപ്പോൾ ശർക്കരയുടെ ഒട്ടലുണ്ടല്ലോ അടിയിൽ, അതുകൊണ്ട് വേറൊരു പാത്രത്തിലോട്ട് മാറ്റി വയ്ക്കുക. ഇത് തണുത്ത് കഴിയുമ്പോൾ നല്ല ക്രിസ്പി ആയിട്ട് വന്നിട്ടുണ്ട്. ആ കാഷ്നട്ട് പരന്ന പാത്രത്തിലോട്ട് നിരത്തിയിട്ടതിന് ശേഷം ഇടിക്കല്ലിട്ടിട്ട് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. തരികളായിട്ട് പൊടിഞ്ഞു കിട്ടും. മിക്സിയിലിട്ടാൽ ഒരുപാടങ്ങ് പൊടിഞ്ഞു പോകും. ഒരു എയർ ടൈറ്റ് ആയിട്ടുള്ള കണ്ടെയ്നറിലിട്ട് സൂക്ഷിക്കാവുന്നതാണ്. നമുക്കിഷ്ടമുള്ള നട്ട്സൊക്കെ ചേർത്ത് നല്ല ടേസ്റ്റി ആയിട്ടും ക്രിസ്പി ആയിട്ടും ചെയ്തെടുത്ത ഒരു കാരമൽ മക്കാനയുടെ റെസിപ്പിയാണിത്. അപ്പോൾ നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെട്ടു കാണും എന്ന് വിശ്വസിക്കുന്നു. പിന്നെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒരു ലൈക്ക് ബട്ടൺ ഒന്ന് ടച്ച് ചെയ്തിട്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. നോട്ടിഫിക്കേഷൻ ബെൽ ബട്ടണിൽ ഓൾ ഓപ്ഷൻ ഒന്ന് ടിക്കാക്കി ഇടാനും മറക്കല്ലേ. അപ്പോഴാണ് ഞാനിടുന്ന പുതിയ വീഡിയോ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് വരിക. ഒരുപാട് സ്നേഹത്തോടെ താങ്ക്സ് ഫോർ വാച്ചിങ്.